പ്രസിഡൻഷ്യൽ റഫറൻസ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭരണഘടനയുടെ 143 അനുച്ഛേദം ഉപയോഗിച്ചും കൊണ്ട് ആ അനുച്ഛേദം പ്രസിഡന്റിന് കൊടുക്കുന്നതായ സവിശേഷ അധികാരം പ്രയോഗിച്ചും കൊണ്ട് സുപ്രീം കോടതിയുടെ ചില കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ഉപദേശം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. ആ പ്രസിഡൻഷ്യൽ റഫറൻസിന്റെ മേല് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതായ ഈ ഉപദേശം അതൊരു അഡ്വൈസറി രൂപത്തിലാണ്, അതായത് ഒരു ഉപദേശക രൂപത്തിലാണ്. അതുകൊണ്ട് ഇത് തമിഴ്നാടിന്റെ കേസിനെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ വളരെ പ്രസക്തമാണ്. അപ്പൊ ഇത് യാതൊരു കാരണവശാലും തമിഴ്നാടിന്റെ കേസിനെ ബാധിക്കുന്നില്ല. ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് അതിന് അഡ്വൈസറി നേച്ചറുള്ള ഒരു ഉപദേശം മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ ഉപദേശം പ്രസിഡന്റ് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പം ചുരുക്കത്തില് ഇനിയും മുമ്പോട്ടുള്ള കേസുകളിൽ ഈ ഉപദേശം പ്രായോഗികമായിട്ട് എടുക്കേണ്ടി വരും. അതായത് സുപ്രീം കോടതിക്ക് ബില്ലുകളില്, നിയമസഭ പാസാക്കിയ ബില്ലുകളില് ഒപ്പിടാനായിട്ട് ഒരു സമയപരിധി നിശ്ചയിക്കാനോ ഒരു സമയപരിധി ആവശ്യപ്പെട്ടുകൊണ്ടോ ഗവർണർക്കൊരു നിർദ്ദേശമോ ഡയറക്ഷനോ ഗവർണർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്നും അതിന് ഭരണഘടന അങ്ങനെ ഒരു കാര്യം വിവക്ഷിക്കുന്നില്ല എന്നും ഉള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയും ഗവർണറുടെയോ അല്ലെങ്കിൽ പ്രസിഡന്റുമായിട്ടുള്ളതിന്റെ ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ളതായ കേസുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ആ തരത്തിലുള്ള നിലപാട് മാത്രമേ എടുക്കുവാനായിട്ട് സാധിക്കൂ എന്നുള്ളത് വ്യക്തമാണ്.